ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. ഇന്ന് നമ്മളെ ഒരു പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ആൾക്കാർ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പാനിപ്പൂരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പാനിപ്പൂരി പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ബേബിയും അവിടേക്ക് പോവാണ്. 11 മണിക്കാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ തന്നെ പാനിപ്പൂരിയുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പുതിന വാട്ടറാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പുതിനയില, മല്ലിയില, പച്ചമുളക്, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ല പഴുത്ത പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. അതിലേക്ക് ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഒരു 2 ടീസ്പൂണോളം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അടിച്ചെടുത്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാട്ട് മസാല ഉണ്ട് ആഡ് ചെയ്യണത്. ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിന വാട്ടർ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ പുതിന വാട്ടർ ഉണ്ടാക്കിയ ടൈമിൽ ഈ ഒരു ഇംലി വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളിവെള്ളം, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ സാദാ സോൾട്ട് ഇട്ടിട്ടുണ്ട്, ബ്ലാക്ക് സോൾട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചില്ലി പൗഡറും, പിന്നെ ചാട്ട് മസാലയും, പിന്നെ കുറച്ച് കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും ഐറ്റംസ് ആണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്കുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്യണത്. അതിൽ മാഷ്ഡ് പൊട്ടറ്റയും ഓണിയനും പിന്നെ ഈ ഒരു മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ ഓൾ മിക്സ് പൗഡർ, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചാട്ട് മസാല, ഇത്രയും ഐറ്റംസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ പൂരി ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ പൂരി കുറേശ്ശെ ആയിട്ട് നല്ല ചൂട് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഫ്രൈ ആയി വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. ठीक हो जाएगा, कुछ नहीं होगा. वो वाला फ्लिप करो. പാനിപൂരിയുടെ ബോൾസ് ഒക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ഈ ഒരു പൊട്ടറ്റോയുടെ മസാലയും, പിന്നെ ഈ 2 പാനി, പിന്നെ സവോള അരിഞ്ഞതും കൂടിയിട്ടുണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതേ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇത് ചെയ്യാണ്. ബേബി ഇവിടെ കിടക്കുന്നുണ്ട് പാനിപ്പൂരി പിടിച്ചിട്ട്. തിരിച്ചേ അപ്പോൾ ഇതേ പാനിപ്പൂരിയുടെ മസാല ഒക്കെ ഇവിടെ ഫുള്ളായിട്ടും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പാനിപ്പൂരി ബാക്കി വന്നിട്ടാ, മസാല ഫില്ല് ചെയ്യാനില്ല. പിന്നെ ഇതേ പാനിയും സാധനങ്ങളൊക്കെ സെറ്റാണ്. ഇനി ഇതിൽ ഒഴിച്ച് കഴിക്കാം. അങ്ങനെ ഞാനിതേ പാനിപൂരി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിൽ ബേബി ഉള്ളതുകൊണ്ട് തന്നെ അവരെനിക്ക് കയ്യിൽ പാനിയൊക്കെ ഫില്ല് ചെയ്തിട്ട് തരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ചൊരു എരിവ് കൂടുതലാണ് എന്നുള്ളതായിരുന്നു പ്രശ്നം, അല്ലെങ്കിൽ അത് അടിപൊളിയാണ്. ഇവരെപ്പോഴും എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും കുറച്ചൊരു സ്പൈസി കൂടുതലായിരിക്കും. അപ്പോൾ ഞാനത് കഴിച്ചപ്പോൾ പിന്നെ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരൽ തുടങ്ങിയിട്ട്. അപ്പോൾ അത്രയും സ്പൈസി ആയിരുന്നു. പിന്നെ ബേബിക്കാണെങ്കിൽ ഈ പൂരി കയ്യിൽ കൊടുത്ത കാരണം കൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയായി. ഫുൾ അത് വെച്ചിട്ടുള്ള കളികളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് കഴിക്കുന്ന ടൈമിൽ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് കണ്ടിട്ട് ഇവർ പറഞ്ഞ് നമുക്ക് എന്നാൽ ദഹിപൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തൈരിൻ്റെ ഒരു മിക്സും കൂടി ഉണ്ടാക്കിയിട്ട് വന്നിട്ടാണ്. Yogurt, sugar, salt and
चाट मसाला. അപ്പോൾ ഈ കേട് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എരിവൊന്നുമില്ല, കറക്റ്റാ. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള പാനിപൂരിയും അതേപോലെ തന്നെ ദഹിപൂരിയൊക്കെ കഴിച്ച് വയറ് ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചക്കലത്തെ ഫുഡും ഇവിടെ നിന്നിട്ട് കഴിക്കണം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബേബി, കുട്ടി നല്ല കുട്ടിയായിട്ട് ഇരിക്കണ്ടല്ലോ. ഇത് ഗുഡ് ഗേൾ ആണോ? ഇത് ഗുഡ് ഗേൾ ആണോ? ചോറ്, രസം, പെപ്പർ ചിക്കൻ, ബ്രിഞ്ചാൾ ഫ്രൈ, പിന്നെ പീനട്ട് മസാല പൗഡറാണ് കേട്ടോ ഇന്നത്തെ മെനു. അപ്പോൾ ഇത് രസം ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതിൽ തക്കാളിയും പുളിയും പിന്നെ വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതാ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് കുക്ക് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ രസത്തിനുള്ള മസാല ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം തന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് കുരുമുളക് ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഡ്രൈ കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പരിപ്പ്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ ഇതേ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക, റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ടൊമാറ്റോ ഒക്കെ നന്നായി ബോയിലായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത ഐറ്റംസൊക്കെ ഒന്ന് ചൂട് മാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അടിച്ച് എടുത്ത ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ നന്നായി വേവിച്ച് വെച്ച ആ തക്കാളിയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇത് കുറച്ച് ടൈം ഇരുന്ന് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മളെ രസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് പീനട്ട് മസാല പൗഡറാണ്. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പീനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം നല്ല രീതിക്ക് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതും മാറ്റി വെക്കാം. ഇനി എങ്ങനെയാണ് ഈ ഒരു പീനട്ട് മസാല പൗഡർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ നമ്മളിപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീനട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മളത് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗാർലിക്കും പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വറ്റൽമുളകും ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പീനട്ട് പൗഡർ റെഡിയാണ് കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറില്ല, ട്രൈ ചെയ്ത് നോക്ക്, നല്ല അടിപൊളിയാണ്. ഹലോ, ഇനി അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് സവോളയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവോള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത്
എല്ലാം നല്ല രീതിക്കൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ഫുൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഓൾ മിക്സ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല ഉണ്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ വേവാനായിട്ട് കുറച്ച് ടൈം ഒന്ന് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ ചിക്കനൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പെപ്പറും ജീരയും കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പൗഡറാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ബദാം ആൻഡ് കാജു പേസ്റ്റ് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫൈനലി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തതിനാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള പെപ്പർ ചിക്കൻ റെഡിയാണ്. ഇപ്പോൾ ടൈം ഏകദേശം 1:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും റുവ ബേബിയും കൂടിയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്നേക്കാണ്. അപ്പം ഞാൻ വിചാരിച്ച റുവ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടുന്ന് ഉറക്കാൻ നോക്കിയപ്പം അവൾ ഉറങ്ങിയില്ല. അപ്പം വീട്ടിലേക്ക് കൊടുത്തിട്ട് ഒന്ന് ഉറക്കി നോക്കാം. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ. ആ ടൈമിൽ പിന്നെ ഞാനൊന്ന് ഫ്രഷായി നിസ്കരിക്കൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഈ റുവ ബേബി ഉറങ്ങാൻ പോവാണ് അല്ലേ? ഗുഡ് ഗേൾ ആയിട്ട് ഉറങ്ങൂല്ലേ റുവ? എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഫ്രഷൊക്കെ ആയി അവിടെ പോയിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ രണ്ടുപേരെയും കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പോവാനായിട്ട്. ഇതേ റുവ ബേബി ഡ്രസ്സൊക്കെ മാറ്റിയില്ലേ? സൂപ്പർ ഡ്രസ്സ് ഇട്ടുണ്ടല്ലേ? അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ടൈമിൽ വന്നിട്ട് റുവാക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ ഫുഡ് പ്രിപ്പറേഷൻ്റെ ഫൈനൽ പരിപാടിയിലിരുന്ന്. അപ്പോൾ ബ്രിഞ്ചാൾ ഫ്രൈയും കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവരത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, പിന്നെ പെപ്പർ ചിക്കൻ, ബ്രിഞ്ചാൾ ഫ്രൈ, പീനട്ട് മസാല പൗഡർ ആൻഡ് രസം. ഇതിൻ്റെ ഒപ്പം കുടിക്കാനായിട്ട് കൊക്കക്കോള, സ്പ്രൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് അതെല്ലാം കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാ ഫുഡും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് ടൈം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു പാനിപൂരി വ്ളോഗ് എന്ന് ഇതിനെ പറയാൻ പറ്റില്ല. പാനിപൂരി മാത്രമല്ല, നമ്മൾ ഫുഡും ഒക്കെ പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.